ഒളിമ്പിക്സ് എന്ന മഹത്തായ ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് പ്രാചീന ഗ്രീസ് ആയിരുന്നു. ഒളിമ്പിക്സിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട് പല കഥകൾ പ്രചാരത്തിലുണ്ട്. എന്നാൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യ ഒളിമ്പിക്സ് നടന്നത് BC 776 എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. AD 393 ഗ്രീസ് ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തി തിയോഡോസിയോസ് ഒന്നാമൻ ഒളിമ്പിക്സിന് നിരോധനമേർപ്പെടുത്തി. ഒളിമ്പിക്സിൻ്റെ നിലവാര തകർച്ചയായിരുന്നു നിരോധനം ഏർപ്പെടുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരു കായികമേള എന്നതിലുപരി വിഗ്രഹാരാധനയ്ക്കും ദേവപ്രീതിക്കുമായി നടത്തപ്പെടുന്ന ഉത്സവം എന്നതിലേക്ക് ഒളിമ്പിക്സ് തരം താണതാണ് ഒളിമ്പിക്സ് നിരോധിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നും ഒരു വാദമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ അധികാര വടംവലി മുറുകി. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഏറെ വഷളായി. ഇത് ഫ്രഞ്ചുകാരനായ ബാരൺ പിയറി ഡി കുബർട്ടിൻ എന്ന മനുഷ്യസ്നേഹിയെ വല്ലാതെ നൊമ്പരപ്പിച്ചു. ഗ്രീക്കുകാരുടെ പുരാതന ഒളിമ്പിക്സ് പോലുള്ള കായികമേള ലോകത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പരസ്പരം പോരടിച്ചു നിന്ന രാജ്യങ്ങളെ, വിശേഷിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളെ ഒരു ലോക കായികമേള ഒന്നിപ്പിച്ചേക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു. പുത്തൻ ഒളിമ്പിക്സ് എന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു. ഒളിമ്പിക്സിൻ്റെ പുനരുദ്ധാരണം എന്ന കുബർട്ടിൻ്റെ ആശയം 1892 നവംബർ 25 ഫ്രാൻസിലെ സോർബോണിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നാൽ മറ്റു പ്രതിനിധികൾ കുബർട്ടിൻ്റെ ആശയത്തോട് യോജിച്ചില്ല. കുബർട്ടിൻ പിന്മാറിയില്ല. 1894 ജൂൺ 16 മുതൽ 23 വരെ പാരീസിൽ നടന്ന അമച്വർ സ്പോർട്സിനെ പറ്റിയുള്ള ഒരു രാജ്യാന്തര സമ്മേളനം തൻ്റെ ആശങ്ക പ്രചരിപ്പിക്കുന്നതിനുള്ള വേദിയാക്കി മാറ്റി. ജൂൺ 23 ഒളിമ്പിക്സ് എന്ന മഹത്തായ ആശയത്തിൻ്റെ ആവശ്യകത പ്രതിനിധികളുടെ മുന്നിൽ വച്ചു. കുബർട്ടിൻ്റെ ആശയങ്ങൾ അംഗീകരിക്കപ്പെട്ടു. അവിടെ വെച്ച് തന്നെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി IOC രൂപീകരിച്ചു. ഒളിമ്പിക്സ് മത്സരങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനമായി. ഗ്രീസിൽ നിന്നുള്ള ഡിമിത്രിസ് വിഗേലസ് IOCയുടെ പ്രഥമ പ്രസിഡന്റായി, കുബർട്ടിൻ സെക്രട്ടറി ജനറലും. ആധുനിക ഒളിമ്പിക്സ് പുരാതന ഒളിമ്പിക്സിൻ്റെ ജന്മഭൂമിയായ ഒളിമ്പിയയിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് IOC പ്രതിനിധികൾ നിർബന്ധം പിടിച്ചു. എന്നാൽ ഒരു രാജ്യാന്തര മത്സരം നടത്താനുള്ള സൗകര്യമൊന്നും അന്ന് ഒളിമ്പിയയിൽ ഇല്ലായിരുന്നു. മാത്രമല്ല, ഒളിമ്പിയയിൽ എത്തിച്ചേരാനും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഗ്രീസിൽ തന്നെയുള്ള ആഥൻസ് നഗരത്തിൽ വെച്ച് ആധുനിക ഒളിമ്പിക്സിൻ്റെ ആദ്യമേള നടത്താൻ തീരുമാനമായി. 1896 ഏപ്രിൽ 6 ഉച്ചകഴിഞ്ഞ് 3 മണി. ചരിത്രമുറങ്ങുന്ന ആഥൻസ് നഗരം. തുർക്കിയുടെ ആധിപത്യത്തിൽ നിന്ന് ഗ്രീസ് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 75-ാം വാർഷികവും അന്ന് തന്നെയായിരുന്നു. ഹെറോദീസ് BC 320 നിർമ്മിച്ച ഏഥൻസിലെ പിനാതെനിക് സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്ന ജനസമൂഹത്തെ സാക്ഷി നിർത്തി ഹെല്ലനയിലെ ജോർജ് രാജാവ് ഒന്നാമത്തെ രാജ്യാന്തര ഒളിമ്പിക് മത്സരങ്ങൾ ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചു. 125 വർഷങ്ങൾ കടന്നുപോയി. കാലത്തിനൊപ്പം ഒളിമ്പിക്സും ഏറെ വളർന്നു. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയാണ് മത്സരങ്ങളെ സംബന്ധിച്ച് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. 4 വർഷത്തിലൊരിക്കൽ മത്സരങ്ങൾ നടത്തപ്പെടുന്നു. വേദി തിരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. 1916, 1940, 1944, 2020 വർഷങ്ങളൊഴിച്ച് എല്ലാ തവണയും ഒളിമ്പിക്സ് മഹാമേള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. ലോക മഹായുദ്ധങ്ങൾ കാരണമാണ് 3 തവണ ഒളിമ്പിക്സ് മുടങ്ങിയത്. കോവിഡ് ദുരന്തം മൂലം ടോക്കിയോയിൽ നടക്കേണ്ടിയിരുന്ന 32ാമത് ഒളിമ്പിക് മേള നടന്നുമില്ല. 1924 മുതൽ 4 വർഷത്തിലൊരിക്കൽ ശൈത്യകാല ഒളിമ്പിക്സും 1960 മുതൽ അംഗപരിമിതർക്കായി പാരാലിമ്പിക്സും നടന്നുവരുന്നു. ഗ്രീസിലെ ആഥൻസിൽ അരങ്ങേറിയ പ്രഥമ മേളയിൽ 14 രാജ്യങ്ങളിൽ നിന്ന് 241 അത്ലറ്റുകൾ പങ്കെടുത്തു. വനിതകൾ പങ്കെടുക്കാതിരുന്ന ചരിത്രത്തിലെ ഒരേയൊരു മേള കൂടിയായിരുന്നു ഇത്. അത്ലറ്റിക്സ്, അക്വാട്ടിക്സ്, ഷൂട്ടിംഗ്, ജിംനാസ്റ്റിക്സ്, ഗുസ്തി, ടെന്നീസ്, സൈക്ലിംഗ്,
ഫെൻസിംഗ് എന്നിങ്ങനെ പല വിഭാഗങ്ങളിലായി 43 കായിക ഇനങ്ങൾ നടന്നു. ജേതാക്കൾക്ക് വെള്ളി മെഡലും ഒലിവ് കിരീടവും സർട്ടിഫിക്കറ്റും സമ്മാനിക്കപ്പെട്ടു. രണ്ടാം സ്ഥാനക്കാരന് ഓട് മെഡലും ഒപ്പം സർട്ടിഫിക്കറ്റും ഒലിവ് കിരീടവും നൽകി. പങ്കെടുത്തവർക്കെല്ലാം സ്മരണ പതക്കങ്ങൾ സമ്മാനിക്കപ്പെട്ടു. ട്രിപ്പിൾ ജമ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അമേരിക്കയുടെ ജെയിംസ് ബ്രെൻഡൻ കൊണോളി ഒളിമ്പിക്സിലെ ആദ്യ ജേതാവ് എന്ന സ്ഥാനം കരസ്ഥമാക്കി. ജർമ്മനിയിൽ നിന്നുള്ള കാൾ ഷൂമാൻ 4 ഇനങ്ങളിൽ ഒന്നാമതെത്തി. ജേതാക്കൾക്കെല്ലാം മേളയുടെ അവസാന ദിനത്തിൽ സമ്മാനം നൽകി. ജോർജ് ഒന്നാമൻ രാജാവായിരുന്നു സമ്മാനദാനം നിർവഹിച്ചത്. 43 മത്സരങ്ങൾ നടന്നപ്പോൾ 11 ഒന്നാം സ്ഥാനവും 6 രണ്ടാം സ്ഥാനങ്ങളും സ്വന്തമാക്കി അമേരിക്ക ഒന്നാമതെത്തി. ജർമ്മനിയിലെ തോമസ് ബാച്ചാണ് IOCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്.